രാവിലെ ഇഡ്ഡലി സാമ്പാറാണ്. ഇഡ്ഡലിയൊക്കെ മാവ് പൊങ്ങി വന്ന് നല്ല അടിപൊളിയായിട്ട് ഗുണ്ടുമണി ഇഡ്ഡലി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ കുറച്ച് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി സാമ്പാറൊക്കെ വിളമ്പി ആവശ്യത്തിന് കഴിക്കാം. എനർജി ആണല്ലോ പണിയെടുക്കുന്നതിന്. അടുക്കളയിൽ അങ്ങനെ വലിയ അംഗമൊന്നുമില്ല. രാവിലത്തേക്കും ഉച്ചത്തേക്കും കൂടാണ് ഞാൻ സാമ്പാർ വെച്ചിട്ടുള്ളത്. പിന്നെ കാട വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അതിനെ ഫ്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് അതെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ വൈകിട്ടിടുന്നതായിരിക്കും. അങ്ങനെ ആദ്യം റൂമിൽ നിന്ന് തുടങ്ങാമെന്ന് വെച്ചിട്ട് കട്ടിലൊക്കെ വിരിച്ചിടാൻ വേണ്ടിയിട്ടുണ്ട്. ഒത്തിരി എന്തൊക്കെയോ കട്ടിലെ വാരി വലിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് എനിക്ക് ബോധമില്ല. എന്തൊക്കെയോ ഞാൻ പറക്കി അടുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഷീറ്റൊക്കെ വിരിക്കുന്നുണ്ട്. ബ്ലാങ്കറ്റൊക്കെ തല്ലി കുടഞ്ഞ് നമുക്കെല്ലാം അടുക്കി പറക്കി ഇടാം. കാരണം ഇത് കഴിയാൻ വേണ്ടിയിട്ടാണ് ഞാനെല്ലാം എടുത്തത്. പക്ഷേ അപ്പോഴത്തേക്ക് മഴ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കഴുകിയിട്ടാൽ നമുക്ക് ഉണങ്ങാനുള്ള സ്ഥലമില്ല. അങ്ങനെ മഴ നനയാതെ ഇടാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് തുണി മാത്രം കഴുകാൻ എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പെരയൊക്കെ തൂത്തുവാരി വൃത്തിയാക്കിയിട്ട് നമുക്ക് തുടയ്ക്കാനുള്ള പണി നോക്കാം. കാരണം ഇങ്ങനെ ഇരുന്നിരുന്ന് പണിയൊന്നും ഇല്ലാതെ ശരിയിരുന്ന സമയം അങ്ങ് പോകും എൻ്റെ. എന്നും അങ്ങനെയാണ്. അപ്പം ഞാൻ തുണിയൊക്കെ വാരിക്കൂട്ടി മെഷീനിൽ കൊണ്ടിടാന്ന് വെച്ചിട്ട് പോകുന്നുണ്ട്. എന്നും ഞാനങ്ങനെ കുറച്ച് തുണികൾ കല്ലിൽ അലക്കുന്നതാണ്. പക്ഷേ ഇപ്പം മഴ കൊണ്ടൊരു രക്ഷയില്ല. വെളിയിലോട്ട് നമുക്ക് ഇറങ്ങി നിന്ന് കഴുകാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെയൊന്നും നിന്നില്ല അതിനൊന്നും. പെട്ടെന്ന് തന്നെ ഞാൻ തൂപ്പും തുടയും എല്ലാം കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇനി സ്കിൻ കെയറിലോട്ട് കിടക്കാം. ഇതൊക്കെ ദിവസം ചെയ്യുന്നതാണ്. അങ്ങനെ വലിയ സ്കിൻ കെയർ പരിപാടികളൊന്നുമില്ല. കുറച്ച് മോയ്സ്ചറൈസർ വാരി പുത്തുമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് പൗഡറും വാരി തട്ടിയിടും. അത്രേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ. അങ്ങനെ വലിയതായിട്ടൊന്നും ഞാൻ ചില ദിവസം ഇത് ഞാൻ ചെയ്യാറില്ല. അതാണൊരു സത്യം. കുറച്ച് ലിപ് ബാം വാരി കേട്ടോ. അതെനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.